ഹായ് ഹലോ. ഞാനിന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകി ഉണക്കിയൊക്കെ വെച്ചതാണ്. ഇത് നമുക്കിനി നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്തെടുക്കുമ്പം ഇത് നന്നായിട്ട് വറുക്കണേ. എന്നിട്ടൊരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും ഇതിനകത്തുനിന്ന്. ആ സമയത്താണ് നമ്മളിത് ഓഫാക്കി എടുക്കേണ്ടത്. അപ്പോൾ റാഗിയുടെ ഗുണങ്ങൾ നമ്മുടെ ഈ ചൂടുകാലത്തായാലും ഏത് ക്ലൈമറ്റിലായാലും നമുക്ക് നമ്മുടെ ക്ഷീണവും ദാഹവും എല്ലാം മാറാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് കാൽഷ്യവും അയണും എല്ലാം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ റാഗിയോളം ഗുണങ്ങളുള്ള വേറൊരു ഫുഡ് ഇല്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 2-2.5 വയസ്സ് വരെയൊക്കെ നമ്മൾ കുറുക്കാക്കിയിട്ടൊക്കെ കൊടുക്കും അല്ലേ. അതിനുശേഷം മലയാളികൾ അങ്ങനെ കുറച്ച് കുറവാണ് റാഗി ഉപയോഗിക്കുന്നത്. എന്നാൽ പക്ഷേ റാഗി അങ്ങനെയല്ല. റാഗി നിങ്ങളെന്നും ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. കാരണം അത്രയ്ക്കും ഗുണങ്ങൾ റാഗിയിൽ അടങ്ങിയിട്ടുണ്ട്. അയണിൻ്റെ റിച്ചാണ് അയൺ. അപ്പം നമ്മൾ ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ റാഗി അടങ്ങിയ ഭക്ഷണങ്ങൾ, അതായത് കുട്ടികളുടെ ബുദ്ധിവികാസത്തിന് വളർച്ചയ്ക്ക് എല്ലാം റാഗി അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് നിങ്ങൾ റാഗി മറക്കാതെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതുപോലെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ സ്മെല്ല് വരും. അതിനുശേഷം നമുക്ക് ഓഫാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, പ്രായമായവർക്കൊക്കെ ഇപ്പം തണുത്തതൊക്കെ കഴിക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടാവും അല്ലേ. എന്നാൽ അവർക്ക് ചുമ ഉണ്ടാകുമെന്നൊക്കെയുള്ള പേടിയായിരിക്കും. എന്നാൽ ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്കാണ്. ആ വിധത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. റാഗി ഇങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ പൊട്ടി വരുന്ന ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, അതാണ് ഇതിൻ്റെ പാകം എന്ന് പറയുന്നത്. കരിഞ്ഞു പോവരുത്. കരിഞ്ഞു പോവാണ്ട് നല്ല ഉണക്ക് വറുത്തെടുക്കുക. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. നമുക്കിത് ഓഫാക്കിയിട്ട് എടുക്കാം. ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കി എടുത്തതാണെങ്കിലും ഞാനിത് ഒരു പ്രാവശ്യവും കൂടെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഇത് റാഗിയുടെ ഡ്രിങ്ക് ആക്കുന്നത്. ഇതെല്ലാം കഴുകിയെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് റാഗി ഫുള്ളായിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. അത് ഫുള്ളായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തോളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ചൊരു 1/2 കപ്പോളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ, മധുരം ഒത്തിരി വേണ്ട എന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി. ഇനി ശർക്കര തീരെയും വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ്, ഒരു 3-4 ഡേറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് വേണ്ടത് 1 കപ്പ് വെള്ളമാണ്. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം എടുക്കുന്ന സമയത്ത് നിങ്ങൾ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തോളൂ. അതുപോലെ ശർക്കര എടുക്കുന്ന സമയത്ത് ഇതൊട്ടും കല്ലില്ലാത്ത ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കല്ല് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെള്ളം ഉരുക്കിയെടുത്തിട്ട് അത് ഒഴിച്ചാലും മതി. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. ഞാനിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ റാഗി വെച്ചിട്ട് പലതരത്തിലുള്ള ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ. പക്ഷേ റാഗിയിൽ ക്യാരറ്റും അങ്ങനെയുള്ള, അതായത് ബീട്രൂട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ടൊക്കെ അടിച്ചെടുത്ത് കുടിച്ചിട്ട്, പക്ഷേ അതിനൊരു ടേസ്റ്റ്, ഒരു വ്യത്യാസമാണ്, ഒരു ചൊവയായിരിക്കും അതിന്. പക്ഷേ ഇത് അതുപോലെയല്ല. ഇത് നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുടിച്ച് കഴിയുമ്പോൾ അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അതുപോലെ തന്നെ ഹെൽത്തിനായാലും ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കാം. ഞാൻ അതെല്ലാം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ശർക്കരയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ഒരു 3 പ്രാവശ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാം നമുക്ക് കിട്ടിക്കോളും. ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിനകത്ത് ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇതുപോലെ തന്നെ 2 പ്രാവശ്യവും കൂടെ ഇതെല്ലാം ഇങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് 3-4 പ്രാവശ്യം ഇതുപോലെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കുക. ഇനി ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഒരു 3-4 കാഷ്യും 3-4 ബദാമും ഞാൻ ബദാത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത് വെച്ചതാണ് 3-4 മണിക്കൂർ. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരുത്താം. ഇതിനകത്തേക്ക് കുറച്ച് ആപ്പിളും കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം. ഇപ്പം ഞാൻ പഴമൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉള്ളത് ഇത് കുറച്ച് കുതിർത്തതിന് ശേഷം ഇതിനകത്തേക്ക് തന്നെ കുറച്ച് ഈ റാഗിയുടെ ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഞാനിത് ചെറിയൊരു ജാറിലേക്ക് മാറ്റിയിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ഇതെന്തായിട്ട് ഉണ്ടാക്കി നോക്കണേ. കുടിക്കാൻ അത്രയും ടേസ്റ്റാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ഐസ് ക്യൂബ്സ്, തണുത്തിട്ടാണ് കുടിക്കേണ്ടതെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. ഞാൻ ഇതെല്ലാം ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കും.